ഇന്ന് വേൾഡ് നോ ടൊബാക്കോ ഡേ ആണ്. ഈ വേൾഡ് നോ ടൊബാക്കോ ഡേയിൽ പ്രഗ്നൻസി ആയിട്ടുള്ള ആളുകൾക്ക് എന്താണ് പ്രാധാന്യം? അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ ആളുകൾ ഒരിക്കലും തന്നെ സ്മോക്കിങ്ങിന് വളരെയധികം റയറായിട്ടുണ്ടായിരിക്കുള്ളൂ. പക്ഷേ അവരുടെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ അവരുടെ എൻവിറോൺമെൻറ്റ് ഈ ടൊബാക്കോ അടങ്ങിയിട്ടുള്ള ഒരു എൻവിറോൺമെൻ്റ് ആണെങ്കിൽ അവരെ ഇനി അനുഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഞാനൊന്ന് ലിസ്റ്റ് ചെയ്യാം. ഒന്നാമതായിട്ട് അവർക്ക് ജനിക്കുന്ന കുട്ടി ഒരിക്കലും തന്നെ വെയിറ്റ് വളരെയധികം കുറവായിരിക്കും. ഇനി വെയിറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് ആരോഗ്യവാനായിട്ടുള്ള വെയിറ്റ് ആയിരിക്കില്ല. രണ്ടാമതായിട്ട് അവരുടെ പ്രസവം നേരത്തെ ആകാനുള്ള സാധ്യത, പ്രീ ടൈം ഡെലിവറി എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് നേരത്തെ ആകാനുള്ള സാധ്യതകളുണ്ട്. അത് മുഖാന്തരം തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട് കുഞ്ഞുങ്ങൾക്ക് തന്നെ അവർക്കൊരു കൺജനിറ്റൽ ഡിഫക്ട്സ് എന്ന് പറയും. അതായത് അവർക്ക് ഈ പറയുന്ന ക്ലഫ്റ്റ്, നമ്മുടെ ചുണ്ടിൻ്റെ ഉണ്ടാവുന്ന പ്രശ്നം പറയാറുണ്ടല്ലോ, അതുപോലെ തന്നെ പിന്നെ ഹൃദയത്തിലുള്ള മുഴ കാര്യങ്ങൾ, ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞ് അമ്മയുടെ പ്രസവം കഴിഞ്ഞിട്ട് കുഞ്ഞ് ഉടനെ തന്നെ ആ ഒരു ആദ്യഘട്ടങ്ങളിൽ തന്നെ മരിക്കാൻ വരെ ഇടയാകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ കുഞ്ഞിൻ്റെ വളർച്ചാ ഘട്ടത്തിൽ അവർക്ക് ഡെവലപ്മെൻറ്റൽ ഇഷ്യൂ വരും. അവരുടെ അവയവങ്ങൾ വളരുന്ന സമയത്ത്, അവരുടെ ബ്രെയിനിലുണ്ടാവുന്ന വളർച്ച സമയത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് കുഞ്ഞ് ഒരുപാട് 2-3 വർഷം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞ് സംസാരിക്കാൻ ഒരുപാട് ഡിലേ ആവുന്നുണ്ട്, കുഞ്ഞ് ചിന്തിക്കാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് മറ്റു കുട്ടികളെ പോലെ കഴിവുകളില്ല. ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, അന്നത്തെ സമയത്ത് ഞാൻ ടൊബാക്കോവുമായിട്ട് എക്സ്പോഷർ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് 3-4 വയസ്സ് കഴിയുന്ന സമയത്ത് എൻ്റെ കുട്ടിക്ക് നല്ലവണ്ണം കഴിവുണ്ടാകണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ടൊബാക്കോ ഫ്രീ എൻവിറോൺമെൻറ്റിൽ ജീവിക്കണം. നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ അനിയന്മാരോ ജ്യേഷ്ഠന്മാരോ ആരും തന്നെ ഒരിക്കലും തന്നെ ടൊബാക്കോ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവരുത്. എല്ലാവരോടും അത് ഒഴിവാക്കാൻ വേണ്ടി പറയണം. ഇനി അഥവാ ഞാൻ പറഞ്ഞിട്ടും അവർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും തന്നെ ആ ഭാഗത്തോട്ട് അടുക്കരുത്. ഇതെല്ലാം തന്നെ കുഞ്ഞിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഗർഭിണികളെ നേരിട്ട് തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതായത് അവർക്ക് ആദ്യഘട്ടത്തിൽ തന്നെ, പ്രസവം കണ്ടെത്തുന്ന ആദ്യഘട്ടത്തിൽ തന്നെ അവർ എക്സ്പോഷർ ആണ് എന്നുണ്ടെങ്കിൽ അവരുണ്ടാകുന്ന പ്രഗ്നൻസി ട്യൂബിലൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് പല ഗർഭിണികൾക്കും അറിയാവുന്നതായിരിക്കും. അത് ബുദ്ധിമുട്ടാവും. ഇനി കുഞ്ഞുങ്ങളുണ്ടായാൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു വഴിയാണ് പ്ലാസൻ്റ, അംബലിക്കൽ കോഡ് എന്ന് പറയും. ഈ പറയുന്ന പ്ലാസൻ്റയിൽ ഉണ്ടാകുന്ന സ്ട്രക്ചറിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന വിറ്റാമിൻ ന്യൂട്രിയൻസും കിട്ടുന്നുണ്ടായിരിക്കില്ല. അതും ഒരു പ്രശ്നമാണ്. ഇനി അതുപോലെ തന്നെ മിസ്കാരേജ് ഏറ്റവും വലിയ പ്രോബ്ലമാണ്. അബോർഷൻ ആകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഒരുപാട് കാത്തിരുന്ന് കിട്ടുന്ന കുഞ്ഞുങ്ങളെ അബോർഷൻ ആകുന്ന ബുദ്ധിമുട്ട് ആലോചിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഫ്രീ എൻവിറോൺമെൻ്റ് ആയിട്ടുള്ള ടൊബാക്കോ ഫ്രീ എൻവിറോൺമെൻറ്റ് ജീവിതത്തോട്ട് മുന്നോട്ട് കൊണ്ടുപോയേക്കണം. അതുപോലെ തന്നെ ഇനി പ്രധാനമായിട്ടും ഈ ഗർഭിണികളിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് റെസ്പിറേറ്ററി ഇഷ്യൂസ്, ശ്വസന സംബന്ധമായുള്ള ബുദ്ധിമുട്ടുകൾ. ശ്രദ്ധിക്കേണ്ടത്, ടൊബാക്കോ എക്സ്പോഷർ ആകുന്ന സമയത്ത് ഈ റെസ്പിറേറ്ററി ഇഷ്യൂ 10 മടങ്ങ് വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഈ പറയുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ അമ്മക്ക് മാത്രമല്ല, ഇത് കുഞ്ഞുങ്ങളെയും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ വാക്കേ പറയാനുള്ളൂ, നിങ്ങൾ ഗർഭിണിയായിരിക്കെ ജീവിക്കുന്ന സമയത്ത് ഒരിക്കലും തന്നെ വലിക്കാനോ വലിക്കുന്നവരുടെ കൂടെ ജീവിക്കാനോ പാടില്ല. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ആ കൂടെ ജീവിക്കുന്നവരോട് വലിക്കരുത് എന്നും പറഞ്ഞേക്കണം. സോ നല്ലൊരു ജീവിതം തന്നെ, നല്ലൊരു കുട്ടികൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കട്ടെ.